എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ട് 4 വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്ക്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു ഗ്ലാസ് അളവിലാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 3 ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോയരുത്, അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ ഈ ഒരു ജ്യൂസിലേക്ക് ഇറങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ചെറുനാരങ്ങ ഒന്നും ഒട്ടും അരഞ്ഞു പോയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒരു ജ്യൂസിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. എല്ലാ ഡ്രിങ്ക്സും ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്കി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർത്തത് ഒട്ടും എരിവുണ്ടായിരുന്നില്ല. പിന്നെ തൊലിയോട് കൂടിയിട്ടുള്ള ഒരു പീസ് ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എപ്പോഴും ചെറുനാരങ്ങ ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ജ്യൂസ് കഴിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4-5 കാഷ്യൂസ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാം. ഇതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ തൊലിയോട് കൂടിയിട്ടുള്ളതും കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കാഷ്യൂസും ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നാരങ്ങയിൽ കുരു ഒന്നും പെടാതെ ശ്രദ്ധിക്കണം. കൂടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം ഒരു പീസ് ചെറുനാരങ്ങ ഇതിലേക്ക് തൊലിയോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ അരഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്